വീണ്ടും എല്ലാവർക്കും ഫസ്റ്റ് 11ലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന മഹാമാമാങ്കമായ ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസൺ ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വരുന്ന ISL സീസണിലേക്കുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സാധ്യതാ ലൈനപ്പാണ്. വേറൊരു കാര്യം കൂടി പറയട്ടെ, ഈ ഒരു ലൈനപ്പിൽ പ്രീതം ഗോട്ടാലിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പ്രീതം ഗോട്ടാൽ മോഹൻ ബഗാനിലേക്ക് പോയേക്കുമെന്ന തരത്തിലുള്ള റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ദീപക് താങ്ക്രിയും പ്രീതം ഗോട്ടാലും തമ്മിലൊരു സ്വാപ്പ് ഡീൽ നടന്നേക്കുമെന്ന തരത്തിൽ റൂമേഴ്സ് ഇപ്പോഴും വരുന്നുണ്ട്. ഇതൊരു സാധ്യതാ ലൈനപ്പ് മാത്രമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ലൈനപ്പ് ഒന്ന് നോക്കാം. ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ പുറത്തുവിട്ട ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മളിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് വരുമ്പോൾ സച്ചിൻ സുരേഷ് തന്നെയാണ് ഗോൾ വല കാക്കുന്നത്. ഡിഫൻസിലേക്ക് വരുമ്പോൾ സെൻറ്റർ ബാക്കുകളായിട്ട് പ്രീതം കോട്ടാലും കൂടെ ഈ വർഷം ബ്ലാസ്റ്റേഴ്സിനോട് ചേർന്ന് അലക്സാണ്ടർ കൊയ്ഫും എത്താനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി റൈറ്റ് ബാക്ക് പൊസിഷനിൽ പ്രബീർ ദാസും ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ഐബൻ ഡോഹ്ലിങ്ങും വരാനുള്ള സാധ്യത കാണുന്നു. ഇനി ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് 2 താരങ്ങളെയാണ് ഈ ഒരു പോസിബിൾ ലൈനപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തേത് മലയാളി താരം വിപിൻ മോഹനനും കൂടെ രണ്ടാമത്തെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് ഡാനിഷ് ഫറൂഖും വരുമ്പോൾ റൈറ്റ് വിങ്ങറായിട്ട് രാഹുൽ KPയും ലെഫ്റ്റ് വിങ്ങറായിട്ട് നോവ സദോയും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് അഡ്രിയാൻ ലൂണയും പിന്നെ അവസാനമായിട്ട് മുന്നേറ്റ നിരയിൽ അല്ലെങ്കിൽ ഗോൾ പോച്ചറായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഈ വർഷം ടീമിലെത്തിച്ച ജീസസ് ജിമിനസും വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ പുറത്തുവിട്ട പോസിബിൾ ലൈനപ്പിലൂടെ മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ലൈനപ്പിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ താരങ്ങളെ മാറ്റി ആരൊക്കെ വരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? കമൻറ്റായി രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു. വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും. ബൈ.